പെരുമാളിന്റെ ഒരു രസകരമായ ജീവിതത്തെക്കുറിച്ച് ഒരു ദർശനം എനിക്ക് തോന്നുന്നു അത് ബെന്യാമിനും ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മൾ ബഷീർ പറഞ്ഞപ്പോഴും അവിടെ പറഞ്ഞിരുന്നു. അത് പ്രതാവ് പറയാണ്, എന്നെയും കൂട്ടി ബാക്കിയാടിലേക്ക് ഇറങ്ങി, ചുറ്റും പൂച്ചെടികൾ വച്ചു പിടിപ്പിച്ചു, നല്ലൊരു പുൽത്തകിടി അതിനരികിലായി ഒരു ചെറിയ കൃഷിത്തോട്ടവും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, പ്രതാവ്, ഞാനൊരു കൗതുകത്തിനാണ് ഇത് ചെയ്തത്. എന്നാൽ എനിക്ക് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ 60 ഏക്കർ കൃഷിയുണ്ട്, ഒരുപാട് പച്ചക്കറികളൊക്കെ ഉണ്ട്. ഒരു വരുമാനവും പ്രതീക്ഷിച്ചല്ല പ്രതാപ്. അവിടെ മുടക്കിയ തുക ബാങ്കിൽ ഇട്ടിരുന്നെങ്കിൽ അതിന്റെ കൂടുതൽ പലിശ കിട്ടുമായിരുന്നു. പലരും എന്നെ മണ്ടൻ എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതും. വായനക്കാരൻ്റെ ഇത്രയും ഒരു കലാപമാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പിന്നെ എന്താ പറയുന്നത്, സാമൂഹിക പശ്ചാത്തലമാണ്, സംഘർഷഭരിതമായ ജീവിതമാണെങ്കിലും ഈ പെരുമാളിന്റെ ഒരു വാക്ക് നല്ല നമുക്കൊരു ഇഷ്ടം തോന്നും. നമ്മൾ ദിവസവും ഇങ്ങനെ ഉള്ളിലേക്ക് ആഹരിക്കുന്നതല്ലാതെ ഭൂമിക്കും പ്രകൃതിക്കും മനുഷ്യ സമൂഹത്തിനും തിരിച്ചെന്തു കൊടുക്കുന്നു എന്നൊരു ചോദ്യം ബാക്കിയാണല്ലോ പ്രതാപ്. അതിന് നമുക്ക് എന്തുതരം ബാക്കിയുണ്ട്? അത്രയും കൃഷി ചെയ്തെങ്കിലും ഞാൻ ആ കടം വീട്ടുന്നു. ഓരോ മനുഷ്യനും അവനവന് കഴിക്കാനുള്ളത് അത്രയെങ്കിലും കൃഷി ചെയ്യാൻ ബാധ്യസ്ഥനാണ്. കൃഷി ചെയ്യാത്ത മനുഷ്യനെ കുറ്റവാളിയായി പ്രഖ്യാപിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പ്രതാവ് പറയാണ്, അതൊരു പുതിയ മനുഷ്യനെയാണ്. നമ്മൾ ഓരോ മനുഷ്യരെ കാണുമ്പോഴും ഓരോ പുതിയ മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ആ ഫിലോസഫി എങ്ങനെയാണ്, നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും ഓരോ തരം മൂല്യങ്ങളുടെ അജ്ഞാത ഖനികളാണ്. അവരിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജം ശേഖരിച്ച് തന്നെയാകണം മനുഷ്യ സമൂഹം ഇപ്പോഴും നന്മയിൽ പുലരുന്നത്. അല്ലെങ്കിൽ ലോകം ഇപ്പോൾ പഴയ സോതോം ഗോമോറ നഗരങ്ങളെ പോലെ എന്നെ നശിപ്പിക്കപ്പെട്ടു പോകുമായിരുന്നു. അത് ശരിയാണ്. കാണുന്ന എല്ലാ മനുഷ്യരിലും കുറേ ഇരുട്ടും കുറേ വെളിച്ചവുമുണ്ട്. ആ വെളിച്ചത്തെ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഭൂമിയിലെ നല്ല കാലം ഒരിക്കലും നശിപ്പിക്കപ്പെട്ടിട്ടില്ല, ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് അവശേഷിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് നമുക്കൊരു പ്രത്യാശ തരുന്നു എന്ന് മനസ്സിലാവും. പിന്നീട് ഈ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഇനി കഥയുടെ ഗൗരവം കുറച്ചുകൂടെ കൂടുതലായിട്ട് വരികയാണ്. അപ്പോൾ അവിടെ ഈ പെരുമാളാണ് ഈ കഥകൾ പറയുന്നത്. ഇസ്മായിൽ സത്യത്തിൽ ഒരു പുസ്തകം വിൽക്കുന്ന ആളാണ്, പക്ഷെ അയാളുടെ ഐഡന്റിറ്റി അങ്ങനെ അയാൾ വെളിപ്പെടുത്തുന്നുമില്ല. അയാളുടെ കയ്യിൽ നിന്നാണ് ഈ പെരുമാൾ ഒരു പുസ്തക വായനക്കാരനാണ്. പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു. ആ കോപ്പി ആ വായനയുടെ ഒരു അറിവ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ ബ്രോഡ്നെസ് പെരുമാളിൽ നമുക്ക് കാണാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പൊസസീവാണ്. കാരണം ഒരു അനാഥനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്നേഹിക്കാൻ കിട്ടുന്ന, അല്ലെങ്കിൽ അയാൾ ആരിലൂടെയാണോ സ്നേഹിക്കപ്പെടുന്നത് അവരോട് തോന്നുന്ന ഒരു പൊസസീവ്നെസ് ഇയാളിലുമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇദ്ദേഹം വായിച്ച എല്ലാ പുസ്തകങ്ങളെ കുറിച്ച് ഒരു വലിയ രീതിയിൽ തന്നെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ. അപ്പോൾ ഏത് പുസ്തകം ഇസ്മായിലിന്റെ കൈ വന്നാലും ഉടനെ പെരുമാളിനെ അറിയിക്കുന്നു, പെരുമാൾ അത് വാങ്ങിക്കുന്നു. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഒരു ദിവസം ഇദ്ദേഹം ഒരു 6 മാസം മുമ്പ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഒരു ദിവസം ഇസ്മായിൽ എന്നെ വിളിച്ചു, സാറേ ഒരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട്, ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കുകയാണ്, വേഗം വന്ന് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ പുസ്തകം ഏതാണെന്നൊന്നും പെരുമാളിനൊരു നിശ്ചയമല്ല. പിറ്റേന്ന് തന്നെ കടയിലെത്തി കാത്തു നിൽക്കാൻ അയാൾ ആവശ്യപ്പെടുന്നു. കടയിലുണ്ടായിരുന്നവർ ഒഴിഞ്ഞു പോയതിന് ശേഷമാണ് ആ പുസ്തകം കൊടുക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വളരെ പതുക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പുസ്തകത്തെ സ്വീകരിക്കാൻ പറ്റൂ. എത്ര ആർത്തിപ്പെട്ട് വാങ്ങിച്ചതാണെങ്കിൽ ഏറെ നാൾ കൈവശം വെച്ച് അതുമായി ഒരു ആത്മബന്ധം ഉണ്ടാക്കിയതിന് ശേഷമേ ഞാൻ വായനയിലേക്ക് കടക്കൂ. അങ്ങനെ ആ പുസ്തകം അങ്ങനെ ഇരിക്കുക. 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഡെയ്സിയും മോളും ഒന്നും വീട്ടിലില്ല. വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് ഇദ്ദേഹം വീട്ടിലെത്തുമ്പോൾ പുറത്തൊരു ബെല്ല് മുഴങ്ങി. 2 അപരിചിതർ വരികയാണ്. അദ്ദേഹം നിങ്ങളോട് ചോദിച്ചു, മനോഹരമാണ്, താങ്കളൊരു വലിയ വായനക്കാരനാണല്ലേ, പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്, നിങ്ങൾ ആരാന്ന് പെരുമാൾ തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ഞാൻ റാഷിദാണ്, ഇത് ജാഫറാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഏതാ പുസ്തകമാണ് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോഴും അവരുടെ വരവിന്റെ ഉദ്ദേശം അറിയാതെ പെരുമാൾ യാദൃശ്ചികമായിട്ട് പറഞ്ഞു, യു ആർ ഹിയർ എന്ന മീനാക്ഷി റെഡ്ഡി മാധവന്റെ പുസ്തകമാണ്, അത് ഭയങ്കര നല്ലതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എവിടുന്നാണ് താങ്കൾക്ക് ഈ പുസ്തകങ്ങൾ കിട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സൂക്കിൽ ഒരു ചെറിയ കടയുണ്ട്, അവിടെ നിന്നിട്ടാണ് എനിക്ക് പുസ്തകങ്ങൾ. അപ്പോൾ അടുത്തിടെ വലിയൊരു പുസ്തകം ഇറങ്ങിയിരുന്നു, സാറ് വായിച്ചിരുന്നോ? ജാസ്മിൻ മിന്റ് ഫ്രം എ ഫോറിൻ ലാൻഡ്, ഉഗ്രൻ നോവലാണെന്നാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാർ എങ്ങനെയാടാ അത് വായിക്കാൻ? ഞാനിത് എവിടെയെല്ലാം അന്വേഷിച്ചെന്നോ, ഈ രാജ്യത്ത് എങ്ങും കിട്ടാനില്ല, ഇതൊരു നശിച്ച നഗരമാണ് എന്നൊക്കെ അവർ തമ്മി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. നമ്പർ 1 ബെസ്റ്റ് സെല്ലർ ഇൻ ദ വേൾഡ് ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന് അവർ പിന്നെയും പതുക്കെ. അപ്പൊ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് പെരുമാളിന് മനസ്സിലാകുന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ മറ്റൊരു നോവല് റാഷിദിന്റെ കണ്ണിൽ പെട്ടിട്ട് ദ മോസ്റ്റ് ലാസ്റ്റ് സൈ, ഇത് റുഷ്ദിയുടെ അല്ലേ, ഇത് ഇവിടെ നിരോധിക്കപ്പെട്ട പുസ്തകമല്ലേ, താങ്കൾക്ക് ഇത് എങ്ങനെ കിട്ടി? അപ്പോൾ റുഷ്ദിയുടെ പുസ്തകമല്ലേ, അത്
ഇവിടെ നിരോധിച്ചിട്ടില്ലല്ലോ, അയാളുടെ ഒരു പുസ്തകം മാത്രമല്ലേ നിരോധിച്ചിട്ടുള്ളൂ എന്ന് ജാഫർ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളിലൂടെ എത്തി ഇവർക്ക് ഒരു വല്ലാത്ത സംശയം ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഈ പുസ്തകം പറഞ്ഞു. ഉടനെ റാഷിദ് പറഞ്ഞു, ദേ കിട്ടി, ഓ മൈ ഗോഡ് റാഷിദ്, ദേ നീ കുറെ കാലമായി പറഞ്ഞു നടക്കുന്ന പുസ്തകം. ജാഫർ വിളിച്ചു കൂകി, ഞങ്ങളിത് എവിടെയെല്ലാം അന്വേഷിച്ചെന്നോ, എവിടെയും കിട്ടിയില്ല, സാറ് ഭാഗ്യവാനായ വായനക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ആ പുസ്തകം തട്ടിപ്പറിക്കുകയാണ്. അപ്പോൾ ഉടനെ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കാനഡയിൽ നിന്ന് അയച്ചു കിട്ടിയതാണ്. അതെങ്ങനെയാണ് ഈ കാനഡയിൽ? അത് എൻ്റെ പത്നിയുടെ ഭാര്യയുടെ സുഹൃത്തുണ്ട് കാനഡയിൽ, അദ്ദേഹമാണ് എനിക്ക് ഈ പുസ്തകം തരുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലാകുന്നത് ഈ പുസ്തകമാണ് സമീറയുടെ, അതാണ് ഈ ഇസ്മായിൽ ഇദ്ദേഹത്തിന് കൊടുത്തത്. പെട്ടെന്ന് ഒരു എന്താ പറയുന്ന ഒരു പ്രത്യേക നിമിഷത്തില് ഈ പെരുമാള് പേര് പറയുന്നത് പ്രതാപിന്റെയാണ്. അപ്പൊ ഈ പുസ്തകം പ്രതാപിലൂടെയാണ് പെരുമാളിന്റെ കയ്യിലെത്തിയത് എന്നുള്ള ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു രഹസ്യം പെരുമാള് പ്രതാപിനോട് ഡിസ്ക്ലോസ് ചെയ്യാണ് ആ സമയത്തിൽ. പിന്നെ അദ്ദേഹത്തിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നതും ആ പുസ്തകമായിട്ട് ഉള്ള കാര്യങ്ങൾ എങ്ങനെ കിട്ടി എന്നുള്ളതും എല്ലാം അദ്ദേഹം ആ നിമിഷമാണ് ഇദ്ദേഹം പറയുന്നതും പെരുമാള് ഈ പ്രതാപിന്റെ പേര് പറയുന്നതൊക്കെ. പക്ഷെ പിന്നീട് ഇയാളോട് കള്ളം പറയരുത് എന്ന് പ്രേരിപ്പിക്കുന്നതിനായിട്ട് അടുത്ത മുറിയിൽ നിന്ന് വരുന്ന നിലവിളിയൊക്കെ കേൾപ്പിക്കുകയാണ്. കള്ളം പറയുന്നവന്റെ അവസ്ഥ അതാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറയുന്ന മണിക്കൂറുകളോളം അവിടുത്തെ പോലീസ് ഈ പെരുമാളിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ, ഒരു ഇന്റർനാഷണൽ ബുക്ക് മാഫിയയിലെ ഒരു സുപ്രധാന കണ്ണിയാണ് എന്ന് നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ഇതെങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്നോ അത് അദ്ദേഹം വായിച്ചിട്ടില്ല എന്നും ഒക്കെ വായനക്കാരന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവിടെയും പ്രതാപം എങ്ങനെ ചെന്ന് പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ ആകാംക്ഷ വായനക്കാരിൽ ജനിപ്പിക്കുന്ന ത്രെഡ് എന്ന് പറയുന്നത്. പിന്നെ സമാന്തര രേഖകളായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തെ ആകെ തകർത്ത് കളഞ്ഞ ഒരു സംഭവമായിരുന്നു പ്രതാപ്. സമൂഹത്തിൽ മാന്യതയും ഉന്നത പദവിയും കാത്തു സൂക്ഷിച്ചിരുന്ന ഞാൻ ഒരു ദിവസം കൊണ്ട് കുറ്റവാളിയുടെ ശൂന്യതയിലേക്ക് ഇടിഞ്ഞു വീണ പോലെ. അതായത് ഒരു കാര്യം നമുക്ക് ഏതോ ഒരു സന്ദർഭത്തിൽ എഴുത്തുകാരൻ പറയുന്നുണ്ട്, ഈ നഗരത്തിൽ ജീവിക്കുന്നവരെക്കാളും കൂടുതൽ ചാരവൃത്തി ചെയ്യുന്നവരാണ്. ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആൾക്കാരാണ് ഇവിടെ സാധാരണ ജീവിതം ജീവിക്കുന്ന മനുഷ്യരെക്കാളും കൂടുതലുള്ളത് എന്നാണ്. അപ്പൊ അദ്ദേഹം ഇതുപോലെ പറയാണ്, എനിക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്കറിയാത്ത എന്തോ ഒരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നിങ്ങൾ എങ്ങനെ എൻ്റെ മുന്നിൽ വന്നുപെട്ടു? ഒരിക്കലും കണ്ടുമുട്ടാനിടയില്ലാത്ത രണ്ട് സമാന്തര രേഖകളായ നാം തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി? അതാണ് ജീവിതം എന്ന് പറയുന്നത്. കാനഡക്കാരനായ ഒരു പ്രതാപ് അദ്ദേഹത്തിന്റെ ജോലി രാജിവെച്ചുകൊണ്ട് ഒരു ഇന്റർനാഷണൽ റൈറ്റർക്ക് വേണ്ടി ഡാറ്റ കളക്ഷൻ അവിടെ എത്തുന്നു. അദ്ദേഹത്തിന്റെ കൂടെ പണ്ടെങ്ങോ പഠിച്ച ഡെയ്സി എന്ന് പറയുന്ന കുട്ടിയുടെ ഭർത്താവായിട്ട് പ്രതാപ് എത്തുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിനകത്ത് സമീറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പുസ്തകം അവരെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഒരു പത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വായനക്കാരന്. അപ്പോൾ ആ രീതിയിൽ ഈ സ്പ്രിംഗ് വിത്തൗട്ട് സ്മെൽ എന്ന് പറയുന്ന ഒരു പുസ്തകം, അതാണ് ശരിക്കും ഇവർക്ക് പ്രശ്നങ്ങളായിട്ട് പിന്നീട് വരുന്നത്. അങ്ങനെ ജീവിതത്തിലേക്ക് പിന്നീട് അവരവരുടേതായ പൊടിക്കൈകൾ, തമാശകൾ, രസങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ട്. അവർ പല സ്ഥലങ്ങളും കാണാൻ പോകുന്നുണ്ട് റിയാസിന്റെ കൂടെ അവര്. പക്ഷെ അപ്പോഴൊക്കെ റിയാസുമായിട്ട് പോകുമ്പോഴും റിയാസ് ബോധപൂർവം മറച്ചു വെക്കുന്ന ഒരു പുസ്തകം, അത് എങ്ങനെയെങ്കിലും റിയാസിൽ നിന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രതാപ് നടത്തുന്ന ഒരുപാട് അന്വേഷണങ്ങളുണ്ട്. അയാൾ ഇല്ലാത്ത സമയത്ത് മുറിയിൽ കയറുന്നു, ഈ പുസ്തകം കിട്ടുന്നു, പകുതി വായിക്കുന്നു, അയാൾക്ക് അത് വായിക്കാൻ മുഴുവനാക്കാതെ അയാൾ കൊണ്ടുവയ്ക്കുന്നു. പക്ഷെ പിന്നീട് അത് പരതുമ്പോൾ ആ സ്ഥലത്തില്ല, പിന്നീട് അത് കുളിമുറിയിൽ നിന്ന് കിട്ടുന്നു. അപ്പൊ ഇതിനകത്ത് എന്തോ മറച്ചു വെക്കപ്പെടുന്നുണ്ട് റിയാസ് എന്നുള്ളത്. അത് വിനോദ ആദ്യകാലങ്ങളിൽ റിയാസിനെ കുറിച്ച് ഇയാളുടെ മനസ്സിലുണ്ടാക്കിയ സംശയം ഒരു തലത്തിൽ എന്താ പറയുന്ന ഒരു ഭയം ജനിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ അങ്ങനെ ഇവർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കണക്ട് ചെയ്ത് ഓരോരുത്തരെ കണ്ടുമുട്ടാണ്. ഒരു ഡോക്ടറെ, അതുപോലെ തന്നെ പിന്നെ വേറൊരു എഴുത്തുകാരനെ. അങ്ങനെ ആ സമൂഹത്തിൽ നടക്കുന്നത് എന്താണ് എന്നുള്ള ഉൾക്കാഴ്ചകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടെ നിശബ്ദം തുടരുന്ന ഒരുപാട് പേരെ പിന്നീട് ഇവർ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവർ പറയുന്നത്, ജഹാംഗീർ വളരെ പുച്ഛത്തോടെ പറഞ്ഞു, ഇത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടുപോയി വീട് പുലർത്താനോ ഒന്നുമല്ല, സിഗരറ്റോ മയക്കുമരുന്നോ മദ്യമോ വല്ലതും വാങ്ങി കുടിക്കും യുവാക്കള്, അത്ര തന്നെ എന്ന് പറയുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യട്ടെ, അത് നമ്മുടെ ആലോചനയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല. ഈ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ചെലവഴിക്കുന്നത്? നാം ഈ കുട്ടികളുടെ മനസ്സ് കാണേണ്ടിയിരിക്കുന്നു.
അവരെ അവഗണിച്ചു പോകുന്ന ഓരോ മുന്തിയ കാറുകളും അവരിൽ ഉണ്ടാക്കുന്നത് കടുത്ത അപകർഷതാ ബോധമാണ്. ദാരിദ്ര്യവും അസൂയയും നിരാശയുമാണ് തീവ്രവാദത്തിന്റെ അമ്മമാർ. നാളെ ഇവർ ഇതിന്റെ മക്കളാകാതിരിക്കണമെങ്കിൽ നാം അവരെയും പരിഗണിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുകയെങ്കിലും വേണം. മനുഷ്യൻ സിസ്റ്റത്തിന്റെ സന്തതികൾ തന്നെയാണ്. അപ്പൊ എവിടെയാണോ യുവാക്കളുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നത്, അവരുടെ സ്വപ്നങ്ങൾക്ക് അർത്ഥമില്ല എന്ന് തോന്നുന്നത്, അവിടെ തീർച്ചയായിട്ടും അവര് പ്രതിഷേധിക്കുമെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അപ്പൊ അതുപോലെ തന്നെ മഞ്ഞവരയിലേക്ക് ചെല്ലുമ്പോൾ ഇവരൊരു ഡോക്ടറെ പരിചയപ്പെടുന്നുണ്ട്. ആ ഡോക്ടർ അതായത് അവിടെ ബോധപൂർവം ഉണ്ടാക്കുന്ന കലാപങ്ങള്, ആ കലാപങ്ങൾക്കിടയിലൂടെ നുഴഞ്ഞു കയറുന്നവര്, അവര് പിന്നെ മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന രക്തസാക്ഷികള്, അവരെ എങ്ങനെ മാത്രമേ ശുശ്രൂഷിക്കാവൂ എന്ന് ഡോക്ടർക്ക് കൊടുക്കുന്ന നിർവചനങ്ങള്, നിർദ്ദേശങ്ങള്, ഇതെല്ലാം കണ്ട് ഒരു ഡോക്ടറുടെ എത്തിക്സ് നടപ്പിലാക്കാൻ പറ്റാതെ അവിടെ തുടരുന്ന നിരാശയോടുകൂടി ജീവിക്കുന്ന ഒരു ഡോക്ടർ. അദ്ദേഹം അവസാനം ചോദിക്കുകയാണ്, കാനഡയിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് പറ്റുമോ, കാനഡയിലേക്ക് എന്നെ പോലുള്ള വയസ്സായ മനുഷ്യർക്ക് പോയാൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് എന്നെല്ലാം പറയുകയാണ്. അതുപോലെ തന്നെ അറബിക് വിപ്ലവത്തെക്കുറിച്ച് ഉണ്ടാക്കുന്ന കൃത്യമായ ഒരു പ്ലാനിങ് എന്തായിരുന്നു എന്നുള്ളത് ഇറച്ചിവെട്ടുകാരൻ എന്ന് പറയുന്നിടത്തും എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പിന്നെ പൈറേറ്റഡ് കോപ്പിയിലാണ് തീർച്ചയായിട്ടും ഈ പുസ്തകം. സമീറയുടെ നോവലിന്റെ പകുതിയിലേറെയും വായിച്ചു തീർന്നു. അവളൊരു കടങ്കഥ പോലെയാണ് ആ പുസ്തകം അതിനകത്തേക്ക് വരുന്നത്. അവൾ ഈ നഗരത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പ്, ഈ നഗരത്തോട് അത്രയും അടുത്ത് ഇടപഴകിയ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന സൂക്ഷ്മ വിവരങ്ങൾ സമീറയുടെ പുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബിജു മേനോനോടും പ്രിയങ്കയോടും അബ്ദുള്ള ജനാഹിയോടും ഒക്കെ രഹസ്യമായി ചോദിക്കാം ഈ പുസ്തകത്തെക്കുറിച്ച് എന്നുള്ളത്. പക്ഷെ അത് ഒരു എന്താ പറയുന്ന ഒരു ഭയമായിട്ട് ഇയാളിൽ അവശേഷിക്കുകയാണ്. എങ്ങനെയാണ് ഇത് പറയുന്നത്, ഇത് പറഞ്ഞാൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അവർക്ക് തോന്നിയിട്ട് ആ പ്രതാപ് ഇപ്പോഴും അതിങ്ങനെ രഹസ്യമായിട്ട് തന്നെ വെക്കുകയാണ്. പിന്നീട് അവര് പിന്നെ ഒരു ദിൽമൂൺ എന്ന് പറയുന്നത് ഒരു അതിപുരാതനമായ ഒരു തീർത്ഥാടന കേന്ദ്രം, അവിടെയാണ് ഇതിലേക്ക് അവർ ചെല്ലുന്നതും അവരെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു പുസ്തക അന്വേഷണം പോകുകയും ഒക്കെ ചെയ്യുന്നതും. അങ്ങനെ ഇവരും അതിന്റെ ആ കോപ്പി അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ ഒരു ഇന്റർനാഷണൽ പുസ്തക മാഫിയയിൽ പെട്ട ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഇവര് അവസാനം എന്താണ് ഇനി ചെയ്യേണ്ടത്, എതിർപക്ഷത്താണ് എന്ന് മുദ്ര കുത്തപ്പെടാൻ, പ്രത്യേകിച്ച് ഇവർ വിദേശികൾ കൂടെയാണ്. അപ്പോൾ വല്ലാത്ത ഒരു രീതിയിലേക്കുള്ള ഒരു കോംപ്ലക്സ് ഇതായിട്ടുള്ള ഒരു ലൈഫിലൂടെയാണ് ഇവർ പിന്നീട് അങ്ങ് പോകുന്നതുമൊക്കെ. അവസാനം ഇവര് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴത്തേക്കും ഇവർക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം, അവസാനം ഇവരുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടുന്നു. രണ്ട് വിശ്വാസങ്ങൾ തമ്മിലുള്ള വഴക്കുകളാണ് അതിനകത്ത് കാരണമെന്ന് പറയുന്നു. പിന്നെ മെജസ്റ്റി അട്ടിമറിക്കണമെന്നോ ഷിയകളെ അധികാരത്തിൽ എത്തിക്കണമെന്നോ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, പക്ഷെ ഞങ്ങളെ ഈ രാജ്യത്തെ പൗരന്മാരായി കാണണം, എല്ലാവർക്കും കിട്ടുന്ന അവകാശങ്ങൾ ഞങ്ങൾക്കും കിട്ടണം. അപ്പൊ ഇതാണ് ഇവർ പറയുന്നത്. പിന്നെ അതിനകത്തൊരു ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുട്ടി, അത് അവൻ പറയുന്നുണ്ട്, ഫൈസൽ പേഴ്സ് തുറന്നൊരു ഫോട്ടോ കാണിച്ചു, ചിരിച്ചുകൊണ്ടിരിക്കുന്ന അതിസുന്ദരിയായ പെൺകുട്ടി ഫാത്തിമ. അവൻ പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്, കളിച്ചത്, വളർന്നത്, ഒന്നിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു. പക്ഷെ രണ്ട് വിശ്വാസങ്ങളായതുകൊണ്ട് അവരുടെ വീട്ടുകാർ എന്താണെന്നറിയാവോ, പിതാവും സഹോദരന്മാരും ചേർന്ന് അവരുടെ സ്വിമ്മിംഗ് പൂളിൽ അവളെ മുക്കിക്കൊന്നു. ഇത് നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. എന്താ പറയുന്ന വിശ്വാസങ്ങളാകാം, അല്ലെങ്കിൽ പണത്തിന്റെ വ്യത്യാസങ്ങളാകാം. ഇപ്പോഴും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും ഇതുപോലത്തെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളിടത്താണ് ഈ ഒരു വിഷയത്തിന്റെ പ്രസക്തി വരുന്നത്. അപ്പൊ ഇവരാദ്യം പിന്നെ ആരെയാണ് ഈ ഫൈസലിനെ സംശയത്തോടു കൂടിയാണ് നോക്കിയത്. പിന്നീടാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഇവര് അതിനകത്തേക്കൊക്കെ പോകുന്നു. പിന്നെ ഒരു ക്രേസി ഐഡിയ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് എന്താ പറയുന്നത്, ഇവളെ തിരിച്ചു കിട്ടുന്നത്, ജാസ്മിനെ എങ്ങനെയാണ് നമുക്ക് കിട്ടാൻ സാധ്യത എന്നൊക്കെ അറിയുന്നു. ഇതെല്ലാം അതിനകത്ത് ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഈ സമരത്തിൽ അവിടെ കലാപം ഉണ്ടാകുന്നു. കലാപം എന്ന് പറയുന്നത് ഒരു സമരം പരാജയപ്പെട്ടാൽ എന്ന സാധ്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല. കാരണം കാരണക്കാരായി ചെന്ന് ഒറ്റുകാരായി ഇറങ്ങിപ്പോരുക എന്നതായിരുന്നു ഈ സമരത്തിൽ ഞങ്ങളുടെ പങ്ക്. എങ്കിലും അത് ഉപേക്ഷിച്ചു പോരുന്നില്ല. കാരണം സ്വപ്നങ്ങളാണ് ചരിത്രം സൃഷ്ടിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്നതുകൊണ്ട് അവർ അതിൻ്റെ അകത്ത് ചെല്ലുവാണ്. ഇനിയാണ് ഈ ഒരു നിലനിൽപ്പ്, വൈഫ് ഓഫ് ബിജു, അവളുടെ നഴ്സാണ് ലിജി. അപ്പൊ ലിജി അതിൻ്റെതായ അവർ കഷ്ടപ്പെടുന്നതിനെ കുറിച്ചും ആ ആശുപത്രിയിൽ നടക്കുന്ന അനീതികളെ കുറിച്ചും ഒക്കെ ലിജി അവരോട് പറയുന്നുണ്ട്. പിന്നീട് ഇവിടെ സൈനബില് ബാബ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്.
കലാപം ആഹ്വാനം ചെയ്തുകൊണ്ട് പേൾ സ്ക്വയറിൽ അദ്ദേഹം നടത്തിയെന്ന് സർക്കാർ അവകാശപ്പെടുന്ന പ്രസംഗം അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഇന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അതിന്റെ കോപ്പി ആംനസ്റ്റി ഇന്റർനാഷണലിനും UN കൈമാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കലാപത്തെ കുറിച്ചിട്ടാണ്. പ്രയോജനമില്ലാത്ത ഉത്തരവുകൾ ഇറക്കുന്ന പേപ്പർ ഫാക്ടറി എന്ന് UN പറയുന്നു. അതിനപ്പുറത്തേക്ക് UN ഒരു അധികാരമില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ സൈനബിന്റെ ബാബയാണ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെയും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഏറ്റവും അധികം കള്ളനാണയങ്ങൾ ഉള്ളത് മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് വരുന്നതാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഫണ്ടിങ് ഏജൻസികൾ അവരാണ് എന്ന് പറയുന്നുണ്ട്. ദുർബലമായ നീതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു ദേശത്ത് സർക്കാരിന് എന്ത് വേണമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനാകുമെന്ന് ബോധ്യപ്പെട്ടു. നീതിബോധമില്ലാത്ത ജഡ്ജിമാരുടെ മുന്നിൽ ഒരു ജനാധിപത്യത്തിന് വിലയുണ്ടാവില്ല. നിഷ്പക്ഷരല്ലാത്ത ജഡ്ജിമാരുടെ മുന്നിൽ ഒരു മനുഷ്യാവകാശത്തിന് വിലയുണ്ടാകില്ല എന്ന് അവിടുത്തെ അക്രമ സംഭവങ്ങളുടെ ഒരു രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. വീണ്ടും പെരുമാൾ അയാളുടെ അടുത്തേക്ക് വരിക. ഈ പെരുമാളിലൂടെ ഒരുപാട് ദർശനങ്ങൾ വീണ്ടും വരുന്നു. പ്രകൃതിയോട് ഇണങ്ങി അതിന്റെ തനിമയിൽ ജീവിക്കുക. മനുഷ്യന് വേണ്ടി മാത്രമല്ല ഈ ഭൂമി എന്ന് കരുതുക. നാം പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതിൽ ഒരു പങ്ക് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. എനിക്കിങ്ങനെ ചില കൊച്ചു കൊച്ചു വാശികളുണ്ട് എന്നുള്ളത് ഒരു ഫാദറുമായിട്ട് അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് നൽകുന്ന ഒരു അവസരത്തിൽ ഇതെല്ലാം പറയുന്നുണ്ട്. പിന്നീട് ദൈവത്തിന്റെ ചോദ്യം, എവിടെ നിന്റെ സഹോദരൻ എന്നുള്ള ഒരു ചോദ്യത്തില് അതായിരുന്നു ദൈവത്തിന്റെ പ്രമാദമായ ചോദ്യം. അദ്ദേഹം പറഞ്ഞു, ഏത് കാലത്തിലുമുള്ള മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഇടിമുഴക്കം പോലെ എപ്പോഴും ഈ ചോദ്യം പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കണം എന്ന് മാത്രമല്ല, നാളെ ഒരു കാലത്ത് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന തിരിച്ചറിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ മതങ്ങളുടെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗങ്ങളുടെയും വംശങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും പേരിൽ നടക്കുന്ന കലാപങ്ങൾ അസ്തമിക്കുകയുള്ളൂ. ഈ സമൂഹത്തിൽ വളരെ കുറച്ച് ആളുകളെ സത്യത്തിൽ പരസ്പരം അവർ എന്താണെന്ന് മനസ്സിലാക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ദാർശനികത ഇനിയുള്ള ഒരു കാലത്ത്, മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന തീവ്ര സംഘടനകളുടെ കാലത്ത് ഇതേപോലുള്ള ഒരുപാട് ദർശനങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒടുവിൽ ഇവരെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവരുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അവരെ ഇതിനാണ് വന്ന ഒരു നോവൽ ഫാക്ടറി, അതിന്റെ ഡേറ്റ കളക്ഷനാണ് അവരെത്തിയിരിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് അവര് എന്താ പറയുന്നത്, കുറ്റവിമുക്തരാക്കപ്പെടുന്നു. പിന്നീട് യാദൃശ്ചികമായിട്ട് ആഹ്ലാദങ്ങളുടെ നഗരം എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ 12 വർഷങ്ങൾക്ക് ശേഷം യാദൃശ്ചികമായിട്ട് ജാസ്മിനെ കണ്ടുമുട്ടുകയാണ്. അപ്പൊ അവരുടെ പ്രണയം സാഫല്യമാകുന്നു. 12 വർഷത്തിൽ ഈ കുറച്ച് മണിക്കൂറുകൾക്ക് മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് പോരുന്നു. പിന്നീടാണ് സമീറയുടെ പുസ്തകം വിവർത്തനം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നതും ആ സമീറയുടെ പുസ്തകത്തിൽ നിന്നും അവളുടെ ബാബ കൊല്ലപ്പെടുന്നു അവിടുത്തെ ഒരു കലാപത്തില്. കൊലപാതകി എന്ന് പറയുന്നത് എന്താ പറയുന്ന ബോധപൂർവം അല്ലെങ്കിൽ പോലും അവളുടെ ഏറ്റവും നല്ല സുഹൃത്തായ അലിയാണ്. അപ്പൊ അലി എങ്ങനെയാണ് ആ കലാപകാരികളിൽ ഒരാളായിട്ട് മാറിയത്? അവൻ്റെതായ സ്വപ്നങ്ങൾ, ഒരു അരഗന്റ് യൂത്ത്, അവരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും സ്ഥാനമില്ലാത്ത ഒരു ഭരണകൂടത്തില്, തീർച്ചയായിട്ടും തൻ്റെതായ ഒരു ഇടം കണ്ടെത്താൻ സഹായിക്കാത്ത ഒരു ഭരണകൂടത്തില് അവനും ഒരു അസ്വസ്ഥനാകുന്നു, കലാപത്തിൽ പങ്കുചേരുന്നു. അതിനെ അടിച്ചമർത്തപ്പെടുന്ന അടിച്ചമർത്താൻ ഭരണകൂടം ഉപയോഗിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ മാത്രമാണ് സമീറയുടെ പോലീസ് ഉദ്യോഗസ്ഥനായ അച്ഛനെ കൊല്ലേണ്ടി വരുന്നത്. പക്ഷെ അത് പിന്നീടാണ് മനസ്സിലാകുന്നത് അവനാണ് സമീറയുടെ ബാപ്പയാണെന്നുള്ളത്. അപ്പൊ ആ നഗരത്തെക്കുറിച്ചും ആ കലാപത്തെക്കുറിച്ചുമുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. സമീറ അവിടുത്തെ റേഡിയോയിൽ ജോലി ചെയ്തിരുന്ന ഒരു ലേഡിയാണ്. അവളുടെ റേഡിയോയുടെ പ്രത്യേകതകളും അതിൻ്റെ രസകരമായ സംഭവങ്ങളും, അവിടുത്തെ മലയാളികളുമുണ്ട് അവിടെ, ആ മാഫിയകളും അവര് അക്ഷരാർത്ഥത്തിൽ നിസ്സഹായയായ സമീറയുടെ ഒരു സമയത്ത് അവരെങ്ങനെയാണ് സഹായിക്കുന്നതെന്നും ഭാഷയും കാലവ്യത്യാസങ്ങളും ഒക്കെ മറന്നുകൊണ്ട് മനുഷ്യരൊന്നാകുന്നതിൻ്റെ ചിത്രവും എല്ലാം കാണാം. അവസാനം ഇവള് അലിക്ക് മാപ്പ് കൊടുക്കുകയാണ്. കാരണം അലിയുടെ അമ്മ എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ മക്കളെ നഷ്ടപ്പെടുന്ന നിരവധി പേരുടെ അമ്മയെ പ്രതിനിധാനം ചെയ്യുന്നു. ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്ന വിധവകൾ ആയ സ്ത്രീകളെ പ്രതിനിധാനം ചെയ്യുന്നു. സുരക്ഷിതത്വം പിതാവിനെ നഷ്ടപ്പെടുന്ന മക്കളെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ ഇവള് മാപ്പ് കൊടുക്കുകയും അതിനായി അവളെ ഒരുപാട് വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പുസ്തകമായിട്ട് നമുക്കിതിനോട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് പറയുന്നത് ചില പകകൾ അടങ്ങാതെ സൂക്ഷിക്കുകയും തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പകരുകയുമാണ് മതം ചിലപ്പോഴെങ്കിലും ചെയ്യുന്നത്. ഓരോ വർഷവും അശൂറയിലൂടെ ആ കഥകൾ ഓർമ്മിപ്പിക്കുകയും അപ്പൊ മതം അതിൻ്റെതായ കൃത്യമായ സ്ഥാനത്തല്ല എങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് മനുഷ്യരെ കാലാകാലങ്ങളായി കൊന്നെടുക്കുക എന്നുള്ളൊരു ചിത്രം അതിനകത്തുണ്ട്. ഇപ്പൊ പെൺജീവിതം എന്ന് പറയുന്നത് ഭയങ്കര വൈകാരികമായ സന്ദർഭമാണ്. അതിനകത്ത് പറയുന്നുണ്ട്
ഒരിക്കൽ അലിക്കിപ്പോ അവന്റെ അങ്കിളിനെ കാണാൻ പോയവടി ഒരു സ്ത്രീ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് മതിലിൽ എഴുതുന്നത് കണ്ട് ഇതിന് ഈ സ്ത്രീകൾ ഈ സമരങ്ങളുടെ ഭാഗമാകുന്നത് എന്തിനാണ് അവർ തങ്ങളുടെ പുരുഷന്മാരെ ഈ സമരമുഖത്തേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അന്ന് എനിക്കറിയില്ലായിരുന്നു അവർ നടന്നു പോകുന്ന കനൽ വഴികൾ എന്നോ ഒരിക്കൽ പിടിച്ചുകൊണ്ടുപോയ ഭർത്താവിന് വേണ്ടി, നഷ്ടപ്പെട്ട സഹോദരന് വേണ്ടി, കാണാതായ പിതാവിന് വേണ്ടി, ജയിലിലായ മക്കൾക്ക് വേണ്ടി പ്രതീക്ഷയ്ക്കും നിരാശയ്ക്കും ഇടയിലുള്ള അനന്തമായ കാത്തിരിപ്പ്. നെഞ്ചിലെ തീ കാരണം ഉറങ്ങാൻ പോലും ആവാത്ത അനേകം സ്ത്രീകൾ. അക്കൂട്ടത്തിൽ വിധി പിന്നെയും പിന്നെയും അടിച്ചവളാണ് അലിയുടെ മാമ. ഭർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിനിടയിൽ മൂത്ത മകൻ വാഹന അപകടത്തിൽ കൊല്ലപ്പെടുന്നു, അലിയുടെ ജ്യേഷ്ഠൻ. ഈ വേദന ഏതാണ്ട് അറി വന്നപ്പോഴേക്കുമാണ് ഇപ്പോഴത്തെ രണ്ടാമത്തെ മകനായ അലി ഒരു കൊലപാതക കേസിൽ ജയിലിലായിരിക്കുന്നത്. എന്തായിരിക്കും അവർ എന്നോട് തിരിച്ചു ചോദിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തോട് തിരിച്ചു ചോദിക്കുന്നത്? ഇവിടെ സമീറ ഈ അമ്മയെ കാണാൻ പോകുന്നുണ്ട്. വളരെ വൈകാരികമായ ഒരു ഒരു എന്താ പറയുന്ന ഒരു പിന്നെ അധ്യായമാണിത്. അവിടെ പറയുന്നുണ്ട്, ഈ രാജ്യത്താണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പ് തന്നെ അനുദിനം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് മാപ്പ് കൊടുക്കാൻ തയ്യാറാകുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇതിന്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ CCTV ദൃശ്യം ഇവിടെ കാണുന്നു. ഒരു സ്ത്രീയെ ക്രൂരമായി വലിച്ചഴച്ച് കൊണ്ടുപോകുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ കാണുന്നു. അങ്ങനെ അവളുടെ എന്താ പറയുന്ന താർഹാർ എന്ന് പറയുന്ന തൻ്റെ വീടിൽ ചെന്നിട്ട് അവൾ ചോദിക്കുകയാണ് അതെല്ലാം. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും ഇവളെ വിചാരണ ചെയ്യുന്നുണ്ട്, എന്തിനാണ് അലിയുടെ അമ്മയ്ക്ക് മാപ്പ് കൊടുത്തത്. കൃത്യമായൊരു ഉത്തരം ഇതിൻ്റെ അകത്തുണ്ട്. അവിടെ കൊണ്ട് പ്രധാനപ്പെട്ട ഭാഗം അവസാനിക്കുന്നു. ജീവിതത്തിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ആത്യന്തികമായി സത്യമെന്നും ശരിയെന്നും മനസ്സിന് തോന്നുന്നത് മാത്രം പ്രവർത്തിക്കാം. ചിലപ്പോൾ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. 1000 പേർ നിന്റെ പിന്നാലെ വരും. അവർ 1000 അഭിപ്രായങ്ങൾ പറയും. ആരുടെയും വാക്കുകൾക്കും പ്രലോഭനങ്ങൾക്കും ഒരിക്കലും നീ വഴിപ്പെടാതെ ഇരിക്കുക. സത്യത്തിൽ ഉറച്ചു നിൽക്കുക. നീ വിജയിക്കുക തന്നെ ചെയ്യും. വായനക്കാരൻ വൃദ്ധന്റെ ആ വാക്കുകൾ ഒരു അശരീരി പോലെ എൻ്റെ കാതുകളിൽ മുഴങ്ങി. ആ നിമിഷവും ഞാൻ എൻ്റെ നേരിനു വേണ്ടി ഉറച്ചു നിന്നു. ഇത് സമീറ പറയുന്നതാണിത്. അപ്പോൾ നോവലാനന്തരം ഇനി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ റേഡിയോ ഓറഞ്ചിലെ സുഹൃത്തുക്കൾക്ക്, ട്യൂൺസിലെ മാഫിയയ്ക്ക്, എന്നെ സഹായിച്ച എല്ലാവർക്കും അവൾ നന്ദി പറയുന്നു. സ്നേഹത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും തായഖറിന് കൂടെ നിന്ന ഭൂപ്പോമായിക്ക്, ഫർഹാനയ്ക്ക്, സ്ട്രിംഗ് വാക്കേഴ്സിന്, അലി, സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ചവനെ, ബാബ നിങ്ങളോട് നന്ദി പറഞ്ഞാൽ. ജാവേദ്, തുടങ്ങുമ്പോൾ ഞാൻ നിനക്കൊരു വാക്ക് തന്നിരുന്നു, ഈ കഥ പറച്ചിലിൽ ഒട്ടും ഒരു ദുഃഖപര്യവസായി ആകില്ല എന്ന്. ജീവിതത്തിന്റെ ഈ ഘട്ടത്തിലും അത് അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. നാം ഇപ്പോൾ നിൽക്കുന്നത് ഒരു കിഴുക്കാൻ തൂക്കിന്റെ മുന്നിലാണെങ്കിലും അതിൽ വീഴാതെ നാം രക്ഷപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വേദനകൾ മറക്കും, നഷ്ടങ്ങൾ ഇല്ലാതെയാകും, ആഹ്ലാദങ്ങൾ മടങ്ങി വരും, ജീവിതം പഴയതുപോലെയാകും. അതാണ് ജീവിതത്തിന്റെ അവസാനിക്കാത്ത പ്രതീക്ഷ. പ്രിയപ്പെട്ട സ്നേഹിതനെ, ഈ ആവശ്യ സമയത്ത് എന്നെ ഓർത്തതിന്, ഈ കഥയുടെ കേൾവിക്കാരനാകാൻ സന്മനസ് കാണിച്ചതിന് ഇതാ എൻ്റെ വക ഒരു ഡോനട്ട്. ഈ വേളയിൽ ഇത്രയും ഒരു ചെറിയ തമാശ പോരെ? നിങ്ങളുടെ ഉല്ലാസവതിയായിരുന്ന പഴയ സമീറയെ ഞാൻ വേഗം തിരിച്ചു പിടിക്കും എന്ന് ഞാൻ സ്വയം ആശംസിക്കുന്നു. അതെ, ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇന്നു മുതൽ ഞാൻ വാതിൽ തുറക്കുകയാണ്. അപ്പോൾ ഒരു എഴുത്തുകാരന്റെ ഉത്തരവാദിത്തമാണ് ജീവിതത്തിന്റെ ചുറ്റുപാടുമുള്ള, അല്ലെങ്കിൽ അയാൾ നിൽക്കുന്ന ജീവിതത്തിന്റെ പരിക്കൻ യാഥാർത്ഥ്യങ്ങളെ പറയുമ്പോഴും അവസാനം ഇതിലൂടെ യാത്ര ചെയ്യിപ്പിച്ച് സഹയാത്രികരായ വായനക്കാരനോട്, ഇല്ല ഇതാണ് യാഥാർത്ഥ്യം, പക്ഷെ ഇവിടെയും പ്രതീക്ഷയുടെ ഒരു പച്ചത്തുരുത്തുണ്ട് എന്ന് വായനക്കാരിലേക്ക് പ്രതീക്ഷയുടെ ഒരു നാമ്പ് പടർത്തിക്കൊണ്ട് ഈ നോവലും അവസാനിക്കുന്നു. ഇതിൻ്റെ വിശകലനത്തിന് കുറച്ചുകൂടെ ഗൗരവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വായിക്കാൻ കുറച്ചുകൂടെ ഗൗരവമായൊരു വായന ആവശ്യമുള്ള ഒരു പുസ്തകമാണ് ഇതെന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.